ഇന്നും കുടിച്ചിട്ടാണോ വരവ്? ഒരു സ്വൈര്യം തരില്ല. എന്തൊക്കെ വലിച്ചു കയറ്റിട്ടുണ്ടോ ആവോ. ഞാൻ ചിലപ്പോ കൈ വിടാനല്ലേ പറഞ്ഞു എന്നെ ചെയ്യാൻ കണ്ടത്. മടുത്തു. കള്ള് മാത്രല്ല അല്ലേ, വേറെ എന്തൊക്കെയാ വലിച്ചു കയറ്റി വന്നിട്ടുള്ളത്? അതേടി, കള്ള് മാത്രമല്ല, ഒരു പുതിയൊരു സാധനം കൂടി ഉണ്ട്. നാളെ നീ നിന്റെ അച്ഛന്റെ അടുത്തുനിന്ന് കുറച്ച് പണം കൊണ്ടുവാ. എന്നിട്ട് നീ ഇവിടെ കടന്ന് വിലശിയാ മതി. എൻ്റെ അച്ഛനെ കൂലിപ്പണി എടുത്തിട്ടാ പൈസ തന്നത്. ഇനി തരാൻ പൈസയൊന്നുമില്ല. എന്ത് പറഞ്ഞടി, നീ തരൂലാന്നോ? എൻ്റെ മുടി വിട്, എന്നെ വിടാനല്ലേ പറഞ്ഞേ. നിർത്തടോ, നീ എന്തായി കാണിക്കണേ? ആരാടി നീ എന്റെ കൈക്ക് പിടിക്കാൻ? വിടടി. ഞാൻ ആരാന്ന് നിനക്കറിയില്ലേ? ഞാൻ ഈ വാർഡിലെ മെമ്പറാന്ന് നിനക്കറിയില്ലേ? എന്നും ഇത് ഇങ്ങനെ തന്നെയാ ചേച്ചി. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നും ഇത് തന്നെ. 4 കാലിലാ വരവ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് കേസ് കൊടുത്താലേ നിങ്ങൾ കുടുങ്ങും. മോളെ, നിനക്ക് ഒരു പരാതി എഴുതി തരാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യും മോളെ, ഈ പേപ്പറിൽ നീ ഒരു പരാതിയായി എഴുതി ഒപ്പിട്ടതാ. ബാക്കി കാര്യം ഞാൻ നോക്കാം. ഇനി നമുക്കേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണാം. എന്നോട് അധികം പറഞ്ഞിട്ട് കാര്യല്ല. നിനക്കിപ്പോ സമാധാനായില്ലേ? ഇത്രയും കാലമായിട്ട് മോളെന്താ ഇതൊന്നും പറയാതിരുന്നത്? പേടിയായിരുന്നു ചേച്ചി. അച്ഛനമ്മയൊക്കെ കുറെ കഷ്ടപ്പെട്ട കല്യാണം കഴിച്ചു. മോളെ, നിനക്ക് ഇത്ര വിദ്യാഭ്യാസമല്ലേ? സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ശിക്ഷാർഹാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇനി മോളെ, നടന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഇതിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ. ഇനിയെങ്കിലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ നോക്ക്. അതിനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയല്ലോ.